കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ സംവിധായകരുടെ സംഘടനയായ ഫെഫ്ക സസ്പെൻഡ് ചെയ്തു. ഇവരിൽ നിന്നും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. കൊച്ചി ഗോശ്രീയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഈ ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെയും എക്സൈസ് സംഘം ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, ഹിറ്റ് സിനിമകളുടെ അറിയപ്പെടുന്ന സംവിധായകരാണ് രണ്ടുപേരും. എന്തായിരുന്നു പരിശോധന? ഇപ്പോൾ സംഘടനയായിട്ടുള്ള ഫെഫ്ക ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിലെ രഹസ്യവിവരത്തെ തുടർന്നാണ് ഈ ഒരു ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഹോട്ടൽ പൂർവ ഗ്രാൻഡിൽ ഇവർ ഈ എക്സൈസ് പരിശോധനയ്ക്ക് എത്തുന്നത്. എന്തായാലും വളരെ കുറഞ്ഞ അളവിൽ എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് ഇവരെ പിടികൂടിയത്. ഈ അഷ്റഫ് ഹംസയും ഖാലിദ് റഹ്മാനും അതോടൊപ്പം തന്നെ കൂടെ ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവർ 3 പേരും ഏകദേശം അഞ്ചരയോട് കൂടി തന്നെ ഈ ഒരു കുറഞ്ഞ അളവ് എന്നുള്ള ഒരു പരിഗണന കൊണ്ട് തന്നെ എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ ഒരു ഫെഫ്ക ഇവരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ ഫെഫ്കയുടെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രതികരണം അടക്കം നേരത്തെയുള്ള കേസുകളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിനിമയിൽ ഏത് വലിയ ഒരാളായാലും അല്ലെങ്കിൽ ആ ഒരു വലുപ്പച്ചെറുപ്പം ഒന്നും നോക്കാതെയുള്ള നടപടിയിലേക്ക് ഫെഫ്ക കിടക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്ളാറ്റ് എന്ന് പറയുന്നത് ഛായാഗ്രഹനായിട്ടുള്ള സമീർ താഹിറിന്റെ ഫ്ളാറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമീർ താഹിറിലേക്കും അന്വേഷണം പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നോട്ടീസ് നൽകി വിളിപ്പിക്കാനോ അത്തരത്തിൽ നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുമെന്നുള്ള കാര്യം തന്നെയാണ്, ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുമെന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമാണ്. കാരണം ഒരു കഞ്ചാവ് പിടിച്ചത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവരുടെ എല്ലാം തന്നെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ഈ ഒരു ഇവരെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുന്ന ഒരു സാഹചര്യവും കണ്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് തന്നെ എക്സൈസ് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് സിനിമാ മേഖലയിൽ തന്നെ ഒരുപാടധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കേസാണെങ്കിൽ പോലും അത് വന്നതിന് ശേഷം ഈ ഒരു സംഘടനയെല്ലാം തന്നെ വളരെ ഒരു താക്കീതിന് ശേഷം വിടുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി അങ്ങനെ ഒരു സാഹചര്യം കൊടുക്കാതെ വീണ്ടും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ കൃത്യമായിട്ട് നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഫെഫ്ക അറിയിച്ചിരിക്കുന്നത്. ആതിര, വിജിത, ഈ ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെയും എക്സൈസ് സംഘം ചോദ്യം ചെയ്യുമാണ് അറിയാൻ സാധിക്കുന്നത്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഹോട്ടലിൽ പരിശോധന നടത്തിയത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിലെ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹോട്ടലിൽ പരിശോധന നടത്തുന്നത്. എന്നാൽ ഇവരുടെ കൂടെ ഇവർക്ക് ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഒരാളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. പക്ഷേ പേരടക്കം വെളിപ്പെടുത്താൻ ഇപ്പോൾ അന്വേഷണ സംഘം എന്തായാലും തീരുമാനിച്ചിട്ടില്ല. കാരണം സാധാരണയായി ഇത്തരത്തിൽ കേസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അന്വേഷണ സംഘം അതുമായി മുന്നോട്ട് പോകുമ്പോഴും എല്ലാം തന്നെ ഈ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു പ്രവണതയെല്ലാം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേര് വെളിപ്പെടുത്തി അങ്ങനെയുള്ള നിലകളിലേക്കൊന്നും ഈ ഒരു കേസിന്റെ അന്വേഷണം പോവരുത് അല്ലെങ്കിൽ ബാധിക്കരുത്, കേസിന്റെ അന്വേഷണത്തിനെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം നിലവിൽ പേര് വെളിപ്പെടുത്താൻ അന്വേഷണ സംഘം താല്പര്യം കാണിച്ചിട്ടില്ല. എന്തായാലും ആ ഇടനിലക്കാരൻ ആര് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇവർ കടക്കും. കാരണം ഈ ഒരു സിനിമാ മേഖലയിൽ ഈ ഇടനിലക്കാരനെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഈ ഒരു കഞ്ചാവ് ഉണ്ട് എന്നുള്ള ഇത്തരത്തിലുള്ള ലഹരികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തെളിവോടുകൂടെ ഇയാളെ പിടികൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരി വിൽപ്പനയ്ക്കെല്ലാം തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് അത് നീളാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം സിനിമാ മേഖലയിൽ കുറെ കാലമായി ലഹരി പിടിക്കുന്നുണ്ട്, പല നടന്മാരിൽ നിന്നും ലഹരി പിടികൂടുന്നുണ്ട്, സിനിമാ മേഖലയിലുള്ള പലരും ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടനിലക്കാരനെ കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് ആരിലൊക്കെ ഈ ഒരു വേര് പടർന്നു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് ഈ ഒരു ലഹരി എത്തിക്കുന്നതിൽ ഇയാൾ തന്നെയാണോ മുഖ്യ കണ്ണി എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിൽ നയിക്കാനുള്ള ഒരു സൂചന കൂടി അയാളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ
ആ ഒരു രീതിയിലേക്കെല്ലാം തന്നെ അന്വേഷണം കിടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്ളാറ്റിന്റെ ഉടമ എന്ന് പറയുന്നത് ഛായാഗ്രഹനായിട്ടുള്ള സമീർ താഹിറാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇയാൾ അറിയാതെ ഈ ഒരു ഫ്ളാറ്റിൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമീർ താഹിറിനെ വിളിപ്പിക്കാനുള്ള സാഹചര്യം എന്നല്ല, സമീർ താഹിറിനെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ആതിര, വിജിത, അറിയപ്പെടുന്ന 2 സംവിധായകരാണ്. ആരാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഹോട്ടലിൽ എത്തിച്ചത്, ഇവരുടെ സംഘത്തിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി എക്സൈസ് അന്വേഷിച്ചു വരുന്നതല്ലേ? ശരിയാണ്. കാരണം ഇപ്പോൾ നിലവിൽ പിടിയിലായിരിക്കുന്നത് ഈ 2 സംവിധായകരും അതോടൊപ്പം തന്നെ വേറെ ഒരാളും കൂടിയാണ്. ഇവർക്ക് പരിചയക്കാരനായ ഒരാൾ തന്നെയാണ് ആ കൂടെയുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം കടക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ആലപ്പുഴ കഞ്ചാവ് കേസിലൊക്കെ നാളെ ഈ ഈ ആലപ്പുഴ കഞ്ചാവ് കേസിലടക്കമുള്ള പ്രതികളെ നാളെ വീണ്ടും വിളിപ്പിക്കും എന്നുള്ള കാര്യമെല്ലാം തന്നെ അറിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകളെല്ലാം തുടരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് ഇതിന് കണ്ണികളാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസാന തവണ ഷൈൻ ടോം ചാക്കോയെ അടക്കം താക്കീത് നൽകി വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയും ഇത്തരം റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്ന ഒരു സമയത്ത് അങ്ങനെയുള്ള രീതികളിലേക്ക് പോകാൻ എന്തായാലും സംഘടനകൾക്കും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്നത് ഈ ഒരു സിനിമ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിങ്കാനയുടെ ഡയറക്ടർ കൂടിയാണ് ഈ പറയുന്ന ഖാലിദ് റഹ്മാൻ. അതോടൊപ്പം തന്നെ ഒരുപാടധികം സിനിമകൾ, തമാശ പോലെയുള്ള, ഭീമിന്റെ വഴി പോലെയുള്ള സിനിമകളെല്ലാം തന്നെ ഡയറക്ട് ചെയ്ത ആളാണ് ഈ ഒരു അഷ്റഫ് ഹംസ എന്ന് പറയുന്നത്. ഏതായാലും അങ്ങനെ കൂടുതൽ തല്ലുമാലയുടെ റൈറ്ററൊക്കെയാണ് ഈ സംവിധായകരെല്ലാം തന്നെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിനിമ രംഗത്ത് തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എല്ലാവരും അറിയപ്പെടുന്ന 2 സംവിധായകരാണ് ഇവർ. അതുകൊണ്ട് തന്നെ അവർ തന്നെ ഈ ഒരു സമൂഹത്തിന് ഇത്തരത്തിൽ ലഹരിയുമായി പിടികൂടുന്നു, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി, ഒരു മോശം രീതിയിലേക്ക് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നീങ്ങുമ്പോൾ കൂടുതൽ അതിലേക്ക് ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. സിനിമാ മേഖലയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ ഇനി കൂടുതൽ ഒരു അന്വേഷണം ശക്തമാക്കാനെല്ലാം തന്നെ സിനിമാ സംഘടനകളും അത്തരം കാര്യങ്ങളിലേക്ക് എല്ലാം തന്നെ കിടക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. സംവിധായകരുടെ സംഘടനയായിട്ടുള്ള ഫെഫ്ക ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള തുടർ നടപടികൾ എന്താണ് ഈ സംഘടന കൂടുതലായിട്ട് വ്യക്തമാക്കുന്നത്? സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ശരിയാണ്. അതിനെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നതാണ് ഈ ഒരു സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം എല്ലാം ശക്തമാക്കും എന്നുള്ള കാര്യം കഴിഞ്ഞ തവണയും ഒരു മാധ്യമങ്ങളോടെല്ലാം തന്നെ ഫെഫ്ക പറയുന്ന സാഹചര്യം ഉണ്ടായി. ക്യാമ്പയിനുകൾ അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കും എന്നുള്ള കാര്യം എല്ലാം തന്നെ ഫെഫ്ക പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സിനിമാ സെറ്റുകളിൽ ഈ ഒരു കാരവാൻ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം എല്ലാം ഉണ്ടാകും. സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സെറ്റുമായി പ്രവർത്തിക്കുന്ന എല്ലാവരിലും അന്വേഷണം നീളും. അതോടൊപ്പം തന്നെ ക്യാമ്പയിനുകളെല്ലാം സംഘടിപ്പിച്ച് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരു മേഖലയായി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ സെറ്റുകളിലെല്ലാം ഇത്തരം ലഹരി വിമുക്തമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തും എന്നുള്ള കാര്യമെല്ലാം തന്നെ ഈ ഒരു ഫെഫ്ക അടക്കം കഴിഞ്ഞ തവണ ഒരു മാധ്യമങ്ങളോട്, ഒരു പ്രസ് മീറ്റിലൂടെ തന്നെ മാധ്യമങ്ങളോട് അറിയിച്ചിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ഈ ഒരു അവർ തന്നെ പറയുകയുണ്ടായി, ഈ ഒരു മേക്കപ്പ് മേനെ ഇത്തരത്തിൽ ലഹരിയുമായി പിടികൂടുകയും അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമാ താരങ്ങളുടെ കാര്യത്തിലും വരുന്ന സമയത്ത് കൃത്യമായിട്ട് നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ സംവിധായകരുടെ കയ്യിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. സാധാരണ ഒരു കഞ്ചാവിനപ്പുറത്തേക്ക് സിന്തറ്റിക് ഡ്രഗിന്റെ ഒരു കീഴിലാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ സംവിധായകരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത് ഈ ഒരു സിനിമാ സംഘടനകളുടെ എല്ലാം തന്നെ ഉത്തരവാദിത്വം. കഞ്ചാവുമായി പിടിയിലായ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ സംവിധായകരുടെ സംഘടനയായ